മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ സമുന്നത വ്യക്തിത്വമാണ്. ചരിത്രത്തിൻ്റെതാകുന്ന താളുകളിൽ ഇന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നതാകുന്ന മനോഹര വ്യക്തിത്വം മൗലാന മുഹമ്മദ് അലി ജൗഹർ. പഠിക്കണം. അദ്ദേഹത്തിന് 5 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അലി ഖാൻ മരണപ്പെട്ടു പോകുന്നത്. സഹോദരങ്ങൾ 3 പേരാണ്. ആ 3 പേർക്കും ഉമ്മയാകുന്ന ബീഗം ആബിദ വിജ്ഞാനം കൊടുത്തു, ഭൗതികവും നൽകി, ആത്മീയവും നൽകി. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി, ഹാഫിളാക്കി. മനസ്സിലാക്കണം, ഈ സമുദായം ഹാഫിളാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹനീയ വ്യക്തിത്വത്തെ ഹാഫിളാക്കി. അദ്ദേഹത്തിന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം കൊടുത്തു. പഠിച്ചിറങ്ങിയതാകുന്ന അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് കലാലയത്തിലേക്ക്, ലണ്ടൻ നഗരത്തിലേക്ക് പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ബീഗം ആബിദ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോ യാത്രയുടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി ചെരിപ്പിട്ട് നിന്നതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ തോളത്തേക്ക് കൈവച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ബീഗം ആബിദ പറയുകയാണ്, 5 വയസ്സുള്ള സമയത്താണ് മോനെ നിനക്ക് നിന്റെ വാപ്പയെ നഷ്ടപ്പെടുന്നത്. അന്ന് മുതൽ നിനക്ക് വിദ്യാഭ്യാസം നൽകി, ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ചുകൊണ്ട് വിജ്ഞാനം നുകർന്നു നൽകിയത് ഈ പ്രിയപ്പെട്ട മാതാവാണ്. ഉമ്മയുടെ കടമ മറക്കരുത്. ആമ്പയിലുള്ള കൗവൽ ജമാഅത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ മറക്കരുത്. ഭർത്താവ് ഗൾഫിലാണ്, അതുകൊണ്ട് എനിക്ക് ബാധ്യതയില്ല എന്ന് പറയരുത്. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഭർത്താവിന്റെ അവശ്യഘട്ടങ്ങളിൽ, ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റേതാകുന്ന സർവ്വ അധികാരവും പെങ്ങളെ നിന്റെ കൈകളിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരവാദിത്തമുണ്ട് നിനക്ക്. ബീഗം ആബിദയെ പോലെയാകണം. തന്റെ മകനെ ഹാഫിളാക്കി, ആലിമാക്കി, വിദ്യാഭ്യാസം കൊടുത്തു. തലയിൽ തൊപ്പിയുണ്ട്, താടി രോമങ്ങളിൽ നിലകൊള്ളുന്നതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് ബീഗം ആബിദ പറഞ്ഞത് 3 കാര്യങ്ങൾ നീ മുറുകെ പിടിക്കണം. 3 കാര്യങ്ങൾ മുറുകെ പിടിക്കണം. ഓക്സ്ഫോർഡിന്റെ മുറ്റത്ത് വെച്ച് നീ അത് മറക്കരുത്. ലണ്ടൻ നഗരത്തിന്റെ വീതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളെ നീ വിസ്മരിച്ചു പോകരുത്. ഒന്നാമതായി പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവണം. തഖ്വയിലധിഷ്ഠിതമായ ജീവിതമായിരിക്കണം. ഖുർആൻ നിനക്ക് മനഃപ്പാഠമുണ്ട്. ആ ഖുർആനിനെ നീ ഒരിക്കലും മറക്കാൻ പാടില്ല. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാകരുത്. എല്ലാ ദിവസവും ഖുർആൻ ഓതണം. ഉമ്മ കൊടുക്കുന്ന ഉപദേശമാണ് ഒരു മകന് ഭൗതികം പഠിക്കാൻ പോവാൻ. വീടിന്റെ വാതിൽക്കൽ നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാണ്, ഖുർആൻ മനഃപ്പാടാക്കിയ മാനാണ് നീ, വിട്ടുപോകരുത്. ഖുർആൻ പഠിച്ചതാകുന്ന ഒരു കുട്ടി നരകത്തിൽ നിന്ന് 10 പേരെ ശുപാർശയ്ക്ക് സാധ്യമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നരകം നിർബന്ധമാക്കപ്പെടുന്ന 10 പേരെ സ്വർഗത്തിൽ കയറ്റാൻ അവസരം അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ മോനെ നീ ഖുർആൻ മനഃപ്പാഠമാക്കിയത് കളയരുത്. എപ്പോഴും ഖുർആൻ ഓതണം. 2 പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കണം. വിധങ്ങളുടെ എല്ലാ സുന്നത്തുകളും നീ ജീവിതത്തിൽ എടുക്കുന്നവരാ. നിന്റെ തലയിലുള്ള തൊപ്പി നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ ഈ താടി രോമം ഒരിക്കലും നീ വടിച്ചു കളയരുത്. പ്രവാചകന്റെ തിരുസുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ അത് നിലനിർത്തണം. മൂന്നാമതായി പ്രവാചകന്റെ തിരുസുന്നത്തിൽ നിന്ന് നിനക്കും നിന്റെ പിതാവിനും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒരു അമൽ, ഇന്ന് വരെ നമ്മൾ മുടക്കാത്ത ഒരു അമൽ, പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ നിർനിദ്രരായി 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം നമ്മൾ പതിവാക്കിയിരുന്നു. അത് നീ മുടക്കാൻ പാടില്ല. ഓക്സ്ഫോർഡ് കലാലയത്തിൽ പോയാലും നീ തഹജ്ജുദ് നിസ്കാരം മുടക്കരുത്. 3 ഉപദേശം. ഖുർആൻ ഓതണം, ഖുർആൻ മറക്കരുത്. പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുഴുവനും നീ എടുത്തു ജീവിക്കണം. നിന്റെ തലയിലുള്ള തൊപ്പിയും നിന്റെ താടിരോമവും നീക്കം ചെയ്യരുത്. മൂന്നാമതായി നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. ഓക്സ്ഫോർഡ് കലാലയത്തിലേക്ക് വിദ്യ നുകർന്നു. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത് വരെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഖമറുദ്ദീൻ എന്നവർ രേഖപ്പെടുത്തുന്നു, ഞങ്ങൾ പലപ്പോഴും തണുത്ത് വിറച്ചതാകുന്ന ലണ്ടൻ നഗരത്തിന്റെ വീതിയിൽ ഞങ്ങൾ പുതച്ചു ഉറങ്ങുമ്പോൾ, കമ്പിളി പുതപ്പിട്ട് പുതച്ചുറങ്ങുമ്പോൾ രാത്രി 2 മണിക്ക് പലപ്പോഴും ഞങ്ങൾ ഞെട്ടി ഉണരാറുള്ളത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആ തണുത്തതാകുന്ന വെള്ളം കൊണ്ട് ഒതുവെടുത്തുകൊണ്ട് നിസ്കരിച്ച് കിബില നിർണയിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിൽ ഖുർആൻ ഓതിയിട്ട് അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് പൊട്ടിക്കരയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ പലപ്പോഴും രാത്രിയിൽ നിന്ന് ഉറക്കമഴിക്കാറുള്ളത് എന്ന് പറയുകയാണ്. ആലോചിച്ചു. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ പോയാൽ ആത്മീയത നഷ്ടപ്പെടൂല. അങ്ങനെ നഷ്ടപ്പെടാതെ പോയ ആളുകളുണ്ട് ഇവിടെ ചരിത്രത്തിൽ. ഇന്ത്യയിൽ വീരതിഹാസം രചിച്ച മഹാന്മാർ. മനസ്സിലാക്കണം.
നമ്മൾ ഭൗതികത്തിലോട്ട് പോകുമ്പോൾ എല്ലാം പോയി. ഈ അടുത്ത് കോളേജിലേക്ക് പോകുന്നതിന് കോളേജിന്റെ വാതിക്കൽ ഒരു പെട്ടി കണ്ടിരുന്നു. പ്രേമലേഖനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിടാം. പ്രേമമുള്ളതാകുന്ന ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ഇതുവരെ പറയാൻ സാധിക്കാത്തവർ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് പറയാൻ പറ്റാത്തവരും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് പറയാൻ പറ്റാത്തവരും ഒക്കെ ഇവിടെ വന്ന് ഈ പെട്ടിക്കകത്ത് ഇട്ടോട്ടെ. അതിനുവേണ്ടി ഒരു പെട്ടി വെച്ചിരിക്കുക. കോളേജിലേക്ക് ഇതൊക്കെ എന്താണ് വിദ്യാഭ്യാസം? എന്നിട്ട് അവിടെ ചേർക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുക. മക്കളെ അല്ലാഹു മലക്കാകട്ടെ. ഇതാണോ വിദ്യാഭ്യാസം? നിങ്ങൾ അർത്ഥമാക്കുന്ന വിദ്യാഭ്യാസം ഇതാണോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണും പെണ്ണും കെട്ട രീതിയിൽ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന നഗ്നമാത്ര ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിനടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് മതത്തിന്റെ ചിഹ്നങ്ങൾ പൊട്ടിച്ചെറിയാം, മത സ്വാതന്ത്ര്യമായി നമുക്ക് പറന്നു നടക്കാം. ഏതായി മതത്തിന്റെ ചിഹ്നങ്ങൾ? അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകന്റെ തിരുസുന്നത്തുകൾ. അതൊക്കെ നമുക്ക് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇഷ്ടമുള്ള പെണ്ണുമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. മുമ്പ് പെണ്ണും ആണുമാണ് ജീവിതമെങ്കിൽ ഇന്ന് ആണും പെണ്ണുമായിട്ടാണ് ജീവിതം. ഗേകളായി ലെസ്ബിയനായി ജീവിക്കുന്നു. പുരുഷനുമായിട്ട് സ്വവർഗരതി അനുരാഗികളായി പരസ്പരം ഭോഗിച്ചുകൊണ്ട് ഇഷ്ടം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് പുതിയ തലമുറ വഴിമാറ്റപ്പെട്ടു പോയി. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ ചൂടറിഞ്ഞ് എനിക്കെന്റെ കൂട്ടുകാരിയെ തന്നെ ഭോഗിക്കുകയും എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ മതി എന്ന് പറയുന്ന മാതാപിതാക്കൾ ആവശ്യപ്പെടുകയും അതിനെ തിരസ്കരിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ അവരെ പ്രതിക്കൂട്ടിലാക്കി അവരെ കോടതി മുറിയിൽ കയറ്റി ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിതം, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഈ പറയുന്ന മാതാപിതാക്കളിൽ നിന്ന് വേണമെന്ന് കോടതിയിൽ മുഖാന്തരം കത്തുകൊടുത്തിട്ട് കോടതിയിൽ നിന്ന് അനുകൂല വിധി സായക്തമാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതാകുന്ന മക്കളുള്ള കന്നുകാലികളുടെ ജീവിതം നയിക്കുന്ന മക്കളുള്ള കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? 18 വയസ്സ് വരെ അവൾക്ക് പാലും വെള്ളവും കൊടുത്ത് വളർത്തിയ മാതാവിനെയും പിതാവിനെയും കൊണ്ടുവന്ന് കോടതി കയറ്റാൻ ഇന്ന് വരെ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തില്ലാത്ത, ഇന്ന് വരെ ഒരു കേസിൽ ഒരു പെറ്റി കേസിൽ പോലും പെടാത്തതാകുന്ന രക്ഷിതാക്കളെ മക്കളെ മുഖേന കൊണ്ടുവന്ന് വലിയ വലിയ കോടതിയിൽ കയറ്റാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത്? മക്കൾക്ക് വേണ്ടുന്ന ആത്മീയമാകുന്ന അറിവിന്റെ ശോഷണമാണ്. അതുകൊണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും. അടുത്ത് കണ്ടില്ലേ നിങ്ങൾ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ നല്ല ആരോഗ്യമുള്ള ജിമ്മുള്ള വെളുത്ത് തുടുത്തതാകുന്ന ഒരു ചെറുപ്പക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട്സ് കലക്കി നിങ്ങൾ വിറ്റാമിൻ ബോൺവിറ്റയൊക്കെ കലക്കി കൊടുത്തതാകുന്ന ഒരു ചെറുപ്പക്കാരൻ തനിക്ക് കിട്ടതാകുന്ന സ്വത്തിന്റെ വിഷയത്തിൽ സ്വന്തം പിതാവിനെ വന്നുകൊണ്ട് ഉമ്മറത്തിരിക്കുന്ന പിതാവിന്റെ മുതുകത്ത് വന്ന് ഇടിക്കുന്ന പഞ്ചിടി നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു കാണും. ആ വീഡിയോ കണ്ടുവരുന്ന കൈവൃത്തിക്ക് എത്ര പേര് കണ്ടില്ലേ? എല്ലാവരും കണ്ടു. പാപ്പാടെ മുഖത്ത് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഏത് മതമാണോ എന്തോ അതൊന്നും വിഷയമല്ല. ഏതായാലും മനുഷ്യനല്ലേ. അവസാനം രക്തം ഇങ്ങനെ വാർന്ന് അയാളുടെ മുഖത്ത് വഴി രക്തം ഇങ്ങനെ നിർഗളിക്കാൻ അത് കണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ വന്നൊരു തോർത്ത് വെച്ച് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. അത് ഒപ്പിക്കൊടുത്ത് ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ മകൻ വീണ്ടും വന്ന് കല്ലിന്റെ ചീട് വെച്ച് വലിച്ചെറിയാൻ, വീണ്ടും വന്നിട്ട് വാപ്പയെ ചവിട്ടുകയാണ്. എന്താണ് ലോകം? എന്താണ് ലോകം? നമ്മൾ മക്കൾക്ക് വിറ്റാമിൻ ബൂസ്റ്റ് കലക്കി കൊടുത്തു. എടാ കൊടുക്കേണ്ടത് കൊടുത്തില്ല, ആത്മീയമാകുന്ന അറിവ് നീ കൊടുത്തില്ല. അതുകൊണ്ടാണ് മക്കളെ കയ്യൂങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളെ അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ മക്കള് രണ്ട് രീതിയിലുള്ള മക്കളായി വരും. രണ്ട് രീതിയിലുള്ള മക്കളെ അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ. ഒന്നേതാ? മാതാപിതാക്കൾക്ക് ദുആരക്കുന്ന മക്കൾ, അനുകൂലമായി. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا.
മൂന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേണ്ട പോലെ പരിഗണിക്കുന്നതായ മക്കളാണ്. മാതാപിതാക്കളെ ചീത്ത വിളിക്കില്ല, അവരെ തെറി വിളിക്കില്ല, ശകാരിക്കില്ല, ചവിട്ടില്ല, തൊഴിക്കില്ല. അനാവശ്യമാകുന്ന ഒരു വാക്ക് പോലും മാതാപിതാക്കളെ കുറിച്ച് പറയില്ല. ഒരു നോട്ടം കൊണ്ട് പോലും അവരെ പ്രയാസപ്പെടുത്തില്ല. കൊണ്ട് പോലും അവരെ പ്രയാസപ്പെടുത്തില്ല. അങ്ങനത്തെ മക്കൾ, അതാണ് കൺകുളിർമയുള്ള മക്കൾ എന്ന് പറഞ്ഞ. മറ്റേത് ഗുരുത്തം കെട്ടവൻ, നരകം വിലക്ക് വാങ്ങിയ മക്കളാണ്. അള്ളാഹു അതിൽ നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് വരേണ്ടത്. വാപ്പായുമായും വിളിച്ച മോനടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരണം. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും മാതാപിതാക്കൾ വിളിച്ചാൽ കൈയഴിച്ചിട്ട് നിസ്കാരത്തിൽ നിന്ന് അവർക്ക് ഇജാബത്ത് കൊടുക്കണമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കാം. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ വാപ്പായും ഉമ്മായും വിളിച്ചെന്ത് ചെയ്യണം? കൈയടിച്ചിട്ട് ആർക്ക് ഉത്തരം കൊടുക്കണം? വാപ്പാക്കും. ഫർള് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ വിളിച്ചാല് നബിക്ക് ഇജാബത്ത് കൊടുക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫർള് നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ നബി വിളിച്ചാൽ, നബി ഇപ്പൊ ഇല്ല, വഫാത്തായി, നബി നേരത്തെ ഹയാത്തുള്ള സമയത്ത് വിളിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കണം. സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത്രയേറെ ഇജാബത്ത് കൊടുക്കണമെന്നാ വാപ്പായുമായി. നമ്മുടെ മക്കൾ സുന്നത്തൊന്നും അല്ല, അഞ്ചാവ് അടിച്ചോണ്ടിരിക്കുക. അഞ്ചാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സിറിഞ്ച് വെച്ച് അടിച്ചോണ്ടിരിക്കുക. റൂമിനകത്താണ്. നമ്മൾ ഓർക്കും വല്ല ഔറാദിലായിരിക്കും. ഷാദുലി റാത്തീബ കയറി നോക്കുമ്പോ ഷാദുലി അല്ല, വേറെ സാധനമാണ്. അവൻ അടിച്ചോണ്ടിരിക്കുക. രംഗണ്ണനാണ്, രംഗണ്ണനെ കളിച്ചോണ്ടിരിക്കുക. അതാ ഇപ്പോഴത്തെ ട്രൈ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആമീനില്ലല്ലോ, ആമീൻ പറയും. മക്കള് നന്നാവണം. മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്പാദിച്ചത് മുഴുവനും. പ്രവാസ ലോകത്ത് 30-40 കൊല്ലം നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, ഇവിടെ ഈ നാട്ടിൽ ഈ പൊരുവയലത്തിരുന്ന് കഷ്ടപ്പെട്ടത് അല്ലേ? വാപ്പ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ നല്ല നാരങ്ങാവെള്ളം അവിടെ കൊടുക്കുന്നുണ്ട്. 10 രൂപ, 12 രൂപ, 15 രൂപ, 20 രൂപ. നല്ല കുരുക്കി സർബത്ത് കുടിക്കോ? മുമ്പ് കുടിക്കൂല. ആ വിയർത്തൊലിച്ച് വീട്ടിൽ വന്നിട്ട് 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും. കാരണം എന്താ? ഈ 20 രൂപ ആ പൈസയെങ്കിലും മക്കൾക്ക് ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിഠായി വാങ്ങാൻ ഉപകരിക്കുമെന്ന് കരുതിയിട്ട്. പുതിയ തലമുറയാണെങ്കിലും 20 രൂപയുടെ 5 വെള്ളം എടുത്ത് എത്തിയടിക്കാവനെ അടിച്ചു. പുതിയ തലമുറ പഴയതങ്ങനെയല്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പറഞ്ഞത് ശരിയാണോ അല്ലേ? മനസ്സിലായോ? പുതിയതൊക്കെ അടിച്ചു പൊളിക്കാണ്. ലാവിശാൻ, കയ്യിലേക്കൊന്നുമില്ല. ഒരു 700 രൂപ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 400 രൂപയ്ക്ക് മിനിങ്ങണം റാഹത്തായിട്ട്. 2 ക്വാർട്ടറൊക്കെ അടിച്ച് 2 സാധനം കുപ്പി വീട്ടിലും കൊണ്ടുവന്ന് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലി അടിക്കുള്ളൂ. ഇത് തന്നെ പരിപാടി. സുബൈ വരെ ആന അടിച്ചോണ്ടിരിക്കും. എന്നിട്ട് റാത്തീബിന് വന്നിട്ട് ഹുസൈനോട് പറയാം, സാർ ദ്വാരക്കണം, മക്കള് സാലിഹാവണം, അപ്പൊ അതാക്കി തരാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെ നന്നാവും? എടാ, മക്കള് സാലിഹാകണമെങ്കിൽ നമ്മൾ വെറുതെ കാട്ടിക്കൂട്ടിയത് കൊണ്ട് മാത്രമായില്ല. മക്കള് സാലിഹാകാനുള്ള പ്രവർത്തനം കൂടി നമ്മളിൽ ഉണ്ടാവണം. എത്ര പ്രാവശ്യം നീ ദുആ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ? ഇഖ്ലാസോട് കൂടി പറയിൻ, കളവ് പറയാതെ മനസ്സിരുത്തി ചിന്തിക്കിൻ, വലത് കൈ നെഞ്ചത്തോട് വെച്ചിട്ട് ചിന്തിക്കിൻ, എന്റെ മകൻ സാലിഹാകണം, എന്റെ മകൾ സാലിഹത്താകണമെന്ന് എത്ര ഉമ്മമാര്, എത്ര ഉപ്പമാര് ഇതുവരെ ദുആ ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ ചോദ്യം. ദുആ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മളത് ദ്വാരന്നിട്ടേ ഇല്ല. ഭാര്യ ഗർഭിണിയാണ്, ദ്വാരന്നിട്ടുണ്ടോ? അള്ളാഹു എന്റെ കുഞ്ഞിനെ നീ സാലിഹാക്കി താ അല്ലാഹ്. ഒരു വട്ടം ദ്വാരന്നിട്ടുണ്ടോ? 9 മാസം 10 ദിവസം എത്തി വേദന വന്നു എന്ന് പറയുമ്പോ വെറ്റിലേയും പറിച്ചുകൊണ്ട് നടക്കുകയാണ്. അതെ, മതിരി ചോദിക്കുക, മക്കള് സാലിഹ. അപ്പോഴാണ് ഇവൻ നടക്കുന്നത്. എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രായാധിക്യമുള്ള വ്യക്തിയാണ്. ആ സമയത്താണ് അല്ലാഹു ആദ്യത്തെ കൺമണിയെ കൊടുക്കുന്നത്. ആരാണ് ആദ്യത്തെ മകൻ? മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ. പ്രായം ഒരുപാട് പ്രായം. 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു. മക്കളെ കൊടുത്തില്ല. ആർക്ക്? പ്രവാചകന്, മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
ഇബ്രാഹിം നബി ആരാ? സദാസീത വ്യക്തിയാണോ? എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കും. പക്ഷെ അള്ളാഹു മകനെ കൊടുത്തില്ല. കാരണം അയാൾ ചോദിക്കുന്നത് വെറുതെ ഒരു മകനെത്താന്നല്ല, ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഇച്ചിരി ടൈമുണ്ട്, സമയത്ത് കൊടുക്കും. ചോദ്യം എന്താ? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ, സാലിഹായ മകനെ നൽകണേ അല്ലാ, സാലിഹായ മകനെത്താ അല്ലാ. അവനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവൻ സമ്പത്ത് നോക്കിയിട്ടാ നിൽക്കുന്നത്. വാപ്പ എന്നും മരിക്കുമെന്ന് ഓർത്തായി. ഇപ്പൊ പലരും ദ്വാരപ്പിക്കാൻ വേണ്ടി പൈസ കൊണ്ട് തരും. എങ്ങനെയാ ദ്വാരക്കം കൊണ്ട് അതെ പ്രത്യേകം ദ്വാരക്കണോ? പാപ്പ ഭയങ്കര സീരിയസ്. അപ്പൊ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതല്ല വല്ലാത്ത വല്ല കടപ്പിലാണ്, നല്ല കടപ്പിലാണ്. അത് തന്നെ അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അതല്ല പാപ്പാക്ക് തീരെ വയ്യ. അപ്പൊ അത് ഇമാൻ സലാമത്താന്ന് ദ്വാരക്കം. അതായത് ഇവനെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇഖ്ലാസിന്റെ തങ്കക്കൊട. ഇമാം സലാത്ത് പറഞ്ഞെന്താ? മയ്യത്താകാം ദുആരക്കെന്ന് ആയി പറഞ്ഞത്. അതിനെ അവൻ അറബി പറഞ്ഞെന്നുള്ളൂ. ഈമാൻ സലാമത്താകാൻ ദുആരക്കും. വേറൊരു ഭാഷ അങ്ങ് പറഞ്ഞു വെച്ചു. എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി. നോക്കി മടുത്ത് ഇവൻ ഗൾഫിൽ നിന്ന് വന്നു, എമർജൻസി ലീവ് അടിച്ച് വന്നിരിക്കാൻ. 10 ദിവസമായി, വേഗം തിരിച്ചു പോകണം. ദുനിയാവിന്റെ കാര്യം എങ്ങനെ നടക്കണം? വാപ്പായെ നോക്കാൻ മേല. പിന്നെ എന്തിനാ ഇപ്പൊ വന്നത്? നാട്ടുകാരുടെ മുന്നിൽ ക്രെഡിറ്റ് കിട്ടാൻ. വേഗം മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ വേഗം തന്നെ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് വേഗം തന്നെ പോകായിരുന്നു. ഇതിപ്പോ ഹലാക്ക് ഇവിടെ വന്നിട്ട് മരിക്കുന്നുമില്ല. അപ്പൊ പിന്നെ പള്ളിയിൽ ഉസ്താദിന് എന്തെങ്കിലും കൊടുത്തിട്ട്, യതീഖാനയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും സീമ സലാമത്തായി മരിക്കാൻ ദ്വാരക്കാം. മരിച്ചു കിട്ടിയാൽ മതി. എന്നാൽ 2 ദിവസം കൊണ്ട് ലീവ് വെച്ചിട്ട് ഇവിടെ നിന്ന് എങ്ങനെയും കുഴിച്ചിട്ടിട്ട് പോയാൽ ഇതല്ലേ നമ്മുടെ സ്വഭാവം. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? നമ്മുടെ ശൈലി ഏതാണ്? അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഒന്ന് മാത്രം, അള്ളാഹു എനിക്ക് സാലിഹായ സന്താനത്തെ താ അല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ആര്? മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ. സയ്യിദുനാ ഇസ്മാഈൽ فبشرناه بغلام حليم. സഹിഷ്ണുതയുള്ളതായ തഖ്വയുള്ള ഒരു മകനെ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്മാഈൽ എന്ന ഒരു മകനല്ല, ഒരു പ്രവാചകനെ അല്ലാഹു കൊടുത്തു. ശരിക്കും ചിന്തിക്കണം. വാപ്പ ദ്വാരം എന്താ? ഒരു സാലിഹായ കുഞ്ഞിനെ താന്ന്. നോക്കിയപ്പോ ജനങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരായ വ്യക്തികളാണ് പ്രവാചകന്മാർ. അവരിൽ പെടുത്തിയിട്ട് അള്ളാഹു ഒരു മകനെ കൊടുത്തു, സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം. അപ്പൊ വാപ്പ ചോദിക്കേണ്ട പോലെ ചോദിക്കണം. നമ്മുടെ നിയ്യത്ത് എന്താ? കുട്ടി ഗർഭം വെച്ചു, ഭാര്യ ഗർഭം ധരിച്ചു, അപ്പോഴേ തന്നെ നമ്മൾ തുടങ്ങാണ് എന്ത്? നല്ല പശുവും പാൽ അവിടെ കിട്ടുമെന്ന് നോക്കും. എന്നിട്ട് രാവിലെ കുങ്കുമപ്പൂവിനകത്ത് കലർത്തി കൊടുക്കാം, കുഞ്ഞെങ്ങനെയെങ്കിലും വെളുക്കാൻ. അവസാനം വെളിയിലോട്ട് വന്നപ്പോ നരകത്തിന്റെ കളർ, കറുക്കട്ട. ഇതിനേക്കാൾ കറുപ്പ് പറയില്ല നാട്ടില്. കുങ്കുമപ്പൂ കലർത്തി റാഹത്തായിട്ട് കുടിക്കാം 3 നേരം. അല്ലാഹു നമ്മളെ കാക്കും. ഇതല്ലേ ഇവ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ വെളുപ്പിച്ച് കിട്ടിയാൽ മതി നാട്ടുകാരുടെ മുന്നിൽ. എടാ, കുഞ്ഞിന്റെ ഹൃദയം വെളുക്കട്ടെ, കുഞ്ഞിന്റെ പുറത്ത് തൊലിയല്ല. തൊലിപ്പുറമല്ല നിനക്കേണ്ടത്. അകമ്മിനുക്കാതെ പുറമ്മിനു കണ്ട കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. അകമ്മിനുക്കാതെ പുറമ്മിനു കണ്ട കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. നല്ല ടൈലൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കാണ് ബാത്റൂം കണ്ട എന്താണ് റാഹത്ത്. പാവിരിച്ച് ഉറങ്ങാൻ തോന്നും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബാത്റൂം ഒക്കെ. എന്നാൽ ക്ലോസറ്റിന്റെ ഉള്ളിലോ ഹലാക്കാണ്. അതാണ് കവി പറഞ്ഞത്. തഴവ ഉസ്താദിന്റെ വരികളാണ്. അകം മിനുക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസയ്ക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ക്ലോസറ്റിന്റെ രീതി എടുക്കണ്ട. ക്ലോസറ്റിന്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ ഹലാക്കാണ്. പുറമെ നോക്കിയാലോ നല്ല ടൈലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പുറം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതേപോലെയാണ് ഇന്ന് നമ്മുടെ ഹൃദയം. ശരീരം അടിപൊളിയാണ്. നല്ല കോട്ടും സൂട്ടും ഇട്ട് നടക്കാൻ. ഹൃദയം മൊത്തം മാലിന്യാണ്. ഹൃദയം തെളിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ മകനാണ് ഇസ്മായിൽ. പരിശുദ്ധമായ ഖുർആനിലൂടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വൽഖുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅമുറു അഹ്ലഹു ബിസ്സലാത്തി വസകാത്ത് വകാന യഅമുറു അഹ്ലഹു ബിസ്സലാത്തി വസകാത്ത് വകാന ഇൻദ റബ്ബിഹി മർദിയാ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബിയേ നബിയേ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ, അദ്ദേഹം വാഗ്ദാനങ്ങൾ ചെയ്താൽ പൂർത്തീകരിക്കുന്നതായ മകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ നബിയാണ്. തീർന്നില്ല. വകാന യഅമുറു അഹ്ലഹു ബിസ്സലാത്തി വസകാത്ത്. അദ്ദേഹം തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, എന്ത് സാലിഹായ ഒരു മകനെ തരണേന്ന്. അള്ളാഹു ആരെ കൊടുത്തു? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബിയുടെ മദ്ഹ്, അദ്ദേഹത്തിനുള്ള ക്വാളിറ്റി അള്ളാഹു സൂറത്തുൽ മറിയമിലൂടെ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മാത്രമല്ല അദ്ദേഹം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. ഒരാൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ അയാളിൽ അത് ഉണ്ടാവണം. അത് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ സ്വന്തം നിസ്കരിക്കുക മാത്രമല്ല, ഭാര്യയും മക്കളെയൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു. ആര്? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. മക്കള് സാലിഹായ നടത്തും. അതാ സാലിഹിന്റെ ലക്ഷണം. അതാണ് ദീനുണ്ട്. വാപ്പ ദ്വാരുന്നത് പോലെ ഒരു സാലിഹായ കുഞ്ഞിനെത്താന്ന് പറഞ്ഞ് ദ്വാരുന്നു. ആ ദീൻ കാണുകയാണ്, മക്കളിൽ കാണുകയാണ്. ആ മകൻ നിസ്കാരം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ. നമ്മുടെ തലമുറ എന്താ അവസ്ഥ? മക്കളും മരുമക്കളും ഒക്കെ എന്താ അവസ്ഥ? രാവിലെ കണ്ണിലെ പീള ഒരു കൊട്ടയുണ്ട്, അതുമായിട്ട് എഴുന്നേറ്റ് വരും 7 മണിക്ക്. ചായ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹത്തെ നിസ്കാരം ഇല്ല. സുബൈ അള്ളാഹു മുളക്കാക്കട്ടെ. ചായ കുടിക്കുന്നു, വീണ്ടും റൂമിൽ കയറുന്നു, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, കിതാബ് നോക്കുന്നു. അതാണ് അവരുടെ കിതാബ്. അത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ ഇറങ്ങി ഉച്ചയാകുമ്പോൾ വീണ്ടും ഇറങ്ങി വരും റൂമിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് റൂം തുറന്നിറങ്ങി വരും വന്യജീവികൾ വരുന്നത്. ഉമ്മ അങ്ങാണ് അങ്ങോട്ട് ചെന്നിട്ട് മോളെ വല്ലതും കഴിക്കുന്നില്ലേന്ന് ചോദിച്ചാൽ ഉമ്മയെ കടിച്ച് കീറുക. അല്ലാഹ്, എന്തൊരു ദേഷ്യമാണ് മോക്ക്. 8ാം ക്ലാസ്സിലും 9ലും 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ പഠിക്കുന്ന മകളാണിത്. അവൾ ആ ഒരു പ്രായം എത്തിയപ്പോഴത്തേക്ക് ഉമ്മായെ കടിച്ചു കീറാനായി. ഉമ്മയുടെ ദേഷ്യം വന്ന് വിളിക്കുന്നതിന്. അമ്മക്കുട്ടികളും അതുപോലെ തന്നെ. അടച്ചിട്ട റൂമിൽ അവൻ ലാപ്ടോപ്പ് ആയിട്ട് ഇരിക്കുകയാണ്, നല്ല റാഹത്തായിട്ട്. കാണേണ്ട എല്ലാം കണ്ട് അല്ല കണ്ണൊക്കെ മഞ്ഞളിച്ച്. എന്താ കണ്ടേന്ന് ഞാൻ പറയണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മായും വാപ്പായും വന്ന് വിളിക്കുന്ന ഇവനെ കൂടെ ഇഷ്ടമില്ല, ദഹിക്കുന്നില്ല, ഭയങ്കര ദേഷ്യ. ഞാൻ വന്നോളാം കഴിക്കാനേ, ഞാൻ വന്നോളാം, എനിക്കറിയാവല്ലോ, ഞാൻ വിശക്കുമ്പോ വന്നോളാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പുതിയ തലമുറയൊക്കെ ഇങ്ങനെ മെലിയാൻ ഇഷ്ടപ്പെടുന്നവരാ. മെലിയുന്നത് പല കാരണം കൊണ്ട് വരും. ഫുഡ് കുറയുന്നത് കൊണ്ട് മാത്രമല്ല, കഞ്ചാവ് അടിച്ചാലും മെലിയും. അത് പ്രത്യേകം വാപ്പായും ഉമ്മായും ശ്രദ്ധിച്ചോ. നിങ്ങൾ പറയാം എന്റെ മകൻ ഇപ്പൊ സിസ്പായിക്കാണ്. സിസ്പായിക്കല്ല, വേറെ പാക്കറ്റ് വാങ്ങിയിട്ട് ചുണ്ടിനടി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനസ്സിലായിക്കോണം, രക്ഷിതാക്കൾ മനസ്സിലായിക്കോ. അത് ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചോണം. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പുതിയ തലമുറയുടെ കുരുത്തക്കേടുകൾ തിരിച്ചറിയണം. അപ്പായുമായും തരികട കാണിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. പാപ്പാടെ ഉമ്മാടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അന്യ കൂട്ടുകാരനുമായിട്ടുള്ള പ്രണയത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കും. അതിനൊക്കെ പുതിയ തലമുറയ്ക്കൊക്കെ നല്ല കഴിവാണ്. പേരടിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. പേര് കൂടെ പഠിക്കുന്ന മറിയാമു എന്നും പറഞ്ഞ് കൂട്ടുകാരിയുടെ പേര് അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മ എന്നെ കൊണ്ട് കൊടുക്കടി, നിന്റെ മറിയാമു വിളിക്കുന്നു. മറിയാമു അല്ല, അത് വേറെ ജോസഫാ വിളിക്കുന്നു. അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പേര് മാറ്റിയിട്ട് ഉമ്മ എന്നെ കൊണ്ട് കൊടുക്കും. ഇതുപോലെ ആൺകുട്ടികൾ അവന്റെ കൂട്ടുകാരന്റെ പേരാന്ന് പറഞ്ഞ് അടിച്ചിട്ട് സംഭവം വേറെ പെണ്ണുങ്ങളാണ്.
എന്നിട്ട് ഉമ്മയുടെ മുന്നിലിരുന്ന കാര്യമായിട്ട് ഇവൻ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക, വർത്തമാനം പറയാൻ. ഉമ്മ ഒരു പൊട്ടിയെ പോലെ അങ്ങനെ മുന്നോട്ട് പോവാൻ. പുതിയ തലമുറയുടെ കള്ളക്കളികൾ ഇതൊന്നും അല്ല. ധാരാളം ചെറിയ കുട്ടികളാണ് എല്ലാ കുരുത്തക്കേടുകളും പഠിക്കുന്നത്. നമ്മളൊരു പാറ്റേൺ ലോക്ക് ഇട്ട് വെച്ചു. ഏത് ലോക്ക് ഇട്ട് വെച്ചാലും മക്കൾ വന്ന് എടുത്തോണ്ട് പോകും. ഉറങ്ങിക്കിടക്കുന്ന വാപ്പാടെ ഫിംഗർ തള്ളവരിൽ കാണുന്നില്ല, മുറിച്ചോണ്ട് പോയിട്ട് വെച്ചു. എങ്ങനെയെങ്കിലും ഇത് ഓണാക്കണ്ട. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അല്ലേ? ശരിയല്ലേ? എന്താണ് അവസ്ഥ? നമ്മൾ എത്രയൊക്കെ ഒളിപ്പിച്ച് എവിടെയൊക്കെ ഏതൊക്കെ ഫയല് വെച്ചെന്ന് പറഞ്ഞാലും കണ്ടുപിടിക്കാൻ കഴിവുള്ളതെന്ന് പറയും. പക്ഷെ മക്കൾ ഇതൊക്കെ ഒളിപ്പിച്ചു. അപ്പൊ നോക്കുമ്പോ 5 GB ഫോണിൽ കാണുന്നില്ല. ഉപയോഗിച്ചിട്ടുണ്ട്, യൂസ്ഡ് ആണ്. തപ്പിയിട്ട് കണ്ടുകിട്ടാൻ കഴിയുന്നില്ല. മക്കള് പലയിടത്തും കൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ആ വീഡിയോ ഒക്കെ കണ്ട വാപ്പാടെ 50 വർഷത്തെ നോമ്പ് കളായിപ്പോ. അല്ലാഹു വാപ്പായ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനത്തെ വീഡിയോകളാണ്. പുതിയ തലമുറകൾ, അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും. ഉമ്മാരനോട് മുക്കാറും എന്നെ പന്നിക്കിടാൻ ചാൻസ് ഉണ്ട്, വെറുതെ വിട്ടേക്കണേ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇത് പറയാതിരിക്കാൻ പറ്റൂല. നമ്മൾ നന്നാവണ്ടേ? നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകണം. അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലേക്ക് എത്താനും വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട്. ദുനിയാവ് വളരെയേറെ ചെറിയതാണ്, നിസ്സാരമാണ്, കണികമാണ്. കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ കുറഞ്ഞ സമയങ്ങളിൽ പിഴച്ചു പോകാൻ സമയം ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് മതി. എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെതാകുന്ന കവാടത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഡയലോഗ് എന്താ? പുതിയ വിദ്യാർത്ഥികളെ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ അത് വൈറലായിട്ടുണ്ടായിരുന്നു. മതത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാം. സ്വതന്ത്രരായി പറന്ന് നടക്കാം. അടിക്കുറുപ്പ്. എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഏതാ? ഒരു അന്യ പെണ്ണും പുരുഷനും അവരുടെ ചിത്രം വരച്ചിരിക്കാൻ പരസ്പരം കെട്ടിപ്പിടിച്ച് കെട്ടിപ്പുണർന്ന് ചുണ്ടുകൾ കോർത്ത് ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ഒരു ചിത്രം കൊടുത്തിട്ട് അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് മതത്തിന്റെ ചിഹ്നങ്ങൾ പൊട്ടിച്ചെറിയാം, സ്വതന്ത്രനായി പറന്ന് നടക്കാം. BAക്കും MAക്കും ഒക്കെ പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെതാകുന്ന കവാടത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥാക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി ഇങ്ങനെ ഓടുക, അത് കിട്ടാൻ വേണ്ടി കിടന്ന് ചാടുക. മദ്രസ വിദ്യാഭ്യാസം നമുക്ക് തീവ്രവാദമായി, ഭീകരവാദമായി, വർഗീയവാദമായി. അതൊന്നും കൊള്ളില്ല എന്ന് പറയുക. അത് 2 ദിവസത്തേക്ക് ഒതുക്കി ഏതെങ്കിലും ശനിയാഴ്ച ദിവസം ആരെങ്കിലും വെച്ച് ഓടിച്ചു, എങ്ങനെയെങ്കിലും കാര്യം തീർക്കും. പോയില്ലേലും കുഴപ്പമില്ല, മദ്രസ പോയില്ലേലും കുഴപ്പമില്ല, ഇന്ന് സ്കൂളിലെ ട്യൂഷന് പോട്ടെ, നമുക്കതാ താല്പര്യം. നമ്മളെങ്ങനെ രക്ഷപ്പെടും? നമ്മളെങ്ങനെ രക്ഷപ്പെടും? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, മാതാപിതാക്കൾക്ക് എതിരായി ദുആ ചെയ്യുന്നതായ ഒരു വിഭാഗം മക്കളുമുണ്ടത്രേ. സാലിഹീങ്ങളാകുന്ന മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ ചെറുപ്രായത്തിൽ എന്നെ പരിപാലിച്ചതിന് പകരമായി എന്റെ മാതാപിതാക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് നീ കരുണ ചൊരിയണേ നാഥാ, അവർക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. 9 മാസവും 10 ദിവസവും എന്നെ ഗർഭം ചുമന്നുകൊണ്ട് നടന്ന മാതാവാൻ എനിക്ക് വേണ്ടി പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടതാകുന്ന പിതാവാണ്. എനിക്ക് വേണ്ടി പകലന്തിയോളം പാടമ്പത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത പ്രിയപ്പെട്ടതാകുന്ന പിതാവാണ്. എന്റെ പിതാവിന്, എന്റെ മാതാവിന് നീ കരുണ ചൊരിയണേ അല്ലാ. നീ കരുണയുടെ കവാടം തുറക്കണേ അല്ലാ. ദീനി വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, ദറസിലേക്ക്, അറബി കോളേജിലേക്ക്, ദീനി കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടതാകുന്ന രക്ഷിതാക്കളെ, അവർക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നേരെ മറിച്ച് മക്കൾക്ക് ഭൗതികമാകുന്ന വിദ്യാഭ്യാസം മാത്രം കൊടുത്തതാകുന്ന രക്ഷിതാക്കളെ, മദ്രസയെ തൃണവൽഗണിച്ചവരല്ലേ, അത് ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളായി അതിനെ മുഖമുദ്ര കുത്തിയവരല്ലേ,
ആലിമീങ്ങളെ ബഹുമാനിക്കാത്തവരല്ലേ, ഉലമാക്കളെ ആദരിക്കാത്ത സമൂഹമല്ലേ, മുത്തഅല്ലിമിന് വില കൊടുക്കാത്തതാകുന്ന തലമുറയല്ലേ. ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തതിന്റെ പേരിൽ ആ മക്കള് നാളെ ആഖിറത്തിൽ മാതാപിതാക്കൾക്കെതിരെ പറയുകയാണ്. അവരെ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ فاعترفوا بذنبهم فسحقا لأصحاب السعير. നാളെ കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നൽകുമ്പോ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചതാകുന്ന മക്കളല്ലേ, ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പറഞ്ഞയച്ചതാകുന്ന കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ മക്കളെ കഞ്ചാവിലും ലഹരിയിലും അടിമപ്പെട്ടതാകുന്ന ജീവിതം നയിച്ച് ആഘോഷ പൊലിമകളായി ജീവിതം നയിച്ചതായ മക്കളല്ലയോ. ലഹരി നുണഞ്ഞവരല്ലേ, വ്യഭിചാരം അറിഞ്ഞവരല്ലേ, രഹസ്യവും പരസ്യമായി അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയവരല്ലേ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയതാകുന്ന മക്കളല്ലേ, കൈകൾ കൊണ്ട് ഹറാമായ പെണ്ണിലേക്ക് പിടിച്ചതാകുന്ന ചെറുപ്പക്കാരനല്ലേ, കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നവനല്ലേ. അവരിതാ ആഖിറത്തിൽ വിലപിക്കുകയാണ്. പടച്ചറപ്പിന്റെ ദർബാറിൽ എത്തുമ്പോൾ അവൻ വിഷമിക്കുകയാണ്. അവൻ വിളിച്ചു പറയുകയാണ്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയേറെ വിപത്ത് നരകത്തിലുണ്ടാകും. പഠിക്കാത്തവർക്ക്, വിദ്യാഭ്യാസം നുകരാത്തവർക്ക്, ആലിമാകാത്തവർക്ക്, മുത്തഅല്ലിമാകാത്തവർക്ക്, ആത്മീയമാകുന്ന വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിലേക്ക് മുങ്ങിക്കുളിക്കാത്തവർക്ക് ഇത്രയേറെ അദാബുണ്ടാകുമായിരുന്ന് തിരിച്ചറിഞ്ഞില്ല അല്ലാഹ്. ഞങ്ങൾ നരകത്തിൽ അകപ്പെടുമായിരുന്നല്ലോ. ഞങ്ങൾ ഈ നരകത്തിന്റെ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടവരായി പോയല്ലോ. ഫഅതറഫൂ بذنبهم فسحقا لأصحاب السعير. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു മാലോകരെ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിക്കാത്തതായ, പരിശുദ്ധമായ മദ്രസ വിദ്യാഭ്യാസത്തെ തൃണവൽഗണിച്ചതായ, ആത്മീയമാകുന്ന അറിവുകളെ തള്ളിക്കളഞ്ഞതായ ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, അവർ നരകത്തിൽ വിലപിച്ചുകൊണ്ട് അതിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ വിളിച്ചു പറയും, അല്ലാ ഞങ്ങളിതാ അംഗീകരിച്ചു അല്ലാ, ഞങ്ങൾ ചെയ്തത് പാപമാണ് അല്ലാ, ഞങ്ങൾ ചെയ്തത് ദോഷമാണ് അല്ലാ. ആ സമയത്ത് അവർ വിളിച്ചു പറയുകയും അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ലോകത്ത് ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ്. അത് പ്രിയപ്പെട്ട പിതാവിനെയാണ്, അത് പ്രിയപ്പെട്ട മാതാവിനെയാണ്. ആഖിറത്തിൽ നരകത്തിൽ വെച്ചുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം, അതിന്റെ താഴെ മുഴുവനും ഈയമാണ്, നരകത്തിന്റെ മുകൾ ഭാഗം മുഴുവനും ചമ്പാണ്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പടച്ചറപ്പേ ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവരുക, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കാൽ ചുവട്ടിലേക്ക് വെച്ചതാ അല്ലാ, 9 മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട മാതാവിനെ നിലത്ത് കടത്തിയിട്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഇട്ടിട്ട് ആ ചൂട് മുഴുവൻ അവർക്ക് പ്രകരമേൽപ്പിച്ചിട്ട് അവരുടെ മുകളിൽ ഞാനൊന്ന് നൃത്തം ചവിട്ടിട്ട് അല്ലാ, അവരുടെ മുതുകത്ത് ചവിട്ടിയിട്ട് ഞാനൊന്ന് ആശ്വാസം കൊള്ളട്ടെ അല്ലാ. നരകത്തിന്റെ മുഖത്ത് വെച്ചുകൊണ്ട് മക്കൾ നാളെ വിളിച്ചു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ.
മാമ്പയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, കള്ളിലും കഞ്ചാവിലും ലഹരിയിലുമായി പുതിയ തലമുറ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം അന്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരൽ നിർബന്ധമാണ്. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പടച്ചറബിലേക്ക് ഏറ്റുപറഞ്ഞ് മക്കളെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. ആഖിറത്തെ ഓർത്തുകൊണ്ട് പടച്ചറബിന്റെ ദർബാറിലുള്ള ശിക്ഷയെ ഭയന്നുകൊണ്ട് അദാബ് വരുന്നതിന് മുമ്പായി ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ദുനിയാവിൽ തന്നെ തൗബ ചെയ്ത് മടങ്ങണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.